സൗന്ദര്യ ലോകത്ത് ടോണി ആൻഡ് ഗെയ്ക്ക് അന്നും ഇന്നും ആരാധകരേറെയാണ്. 50 വർഷത്തിലധികമായിട്ടും സൗന്ദര്യ ലോകത്ത് ഇന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല. ആ ടോണി ആൻഡ് ഗെയിലേക്കാണ് ഇന്ന് ബ്രാൻഡ് ബുദ്ധിയുടെ യാത്ര. ഹായ് മാം. ഹായ്. ഹായ് അതുല്യ. ഞാൻ ജസീന, ടോണി ആൻഡ് ഗെയ്യുടെ ഹെഡാണ്. പുറത്ത് കുറച്ച് ഓഫേഴ്സ് ഒക്കെ കണ്ടായിരുന്നല്ലോ, ആ ഓഫേഴ്സിനെ പറ്റി ഒന്ന് പറയാമോ? നമുക്ക് ലേഡീസിന് ഇപ്പോൾ ഓഫേഴ്സ് കിടക്കുന്ന കോംബോ പാക്കേജ് ഉണ്ട്. നിങ്ങൾക്ക് ഫുൾ സർവീസാണ് കിട്ടുന്നത്. ത്രെഡിങ്, ഹെയർ കട്ട്, ഹെയർ സ്പാ, ഫേഷ്യൽ കോംബോ 3499 ഫുൾ കോംബോ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഹെയർ സ്പാ, സ്കിൻ സർവീസസ്, ഹൈഡ്രാ ഫേഷ്യൽ, പെഡിക്യൂർ, മാനിക്യൂർ ഇതെല്ലാം നമുക്ക് നമ്മുടെ സലൂണിൽ അവൈലബിൾ ആണ്. ഇരിക്കും മാമിൻ്റെ കരിയർ ഇത് തന്നെയാണെന്ന് മാം തിരിച്ചറിഞ്ഞത് എങ്ങനെയായിരുന്നു? ഈ ഫീൽഡിലോട്ട് എനിക്ക് പാഷനേറ്റായിരുന്നു. മേക്കപ്പിലോട്ട് ഞാൻ പാഷനേറ്റായിരുന്നു. അതിനുവേണ്ടി ഞാൻ കോഴ്സ് ചെയ്യുകയും അത് ഫർദർ ഞാൻ അതിനു വേണ്ടി എഫേർട്ട് ഇടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ഈ സലൂൺ ഫീൽഡിലോട്ട് ഞാൻ വരുന്നത്. അതിന് ബാക്ക് ബോണായി നിന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. ഇപ്പം മാം, പലരും പറയാറുണ്ട് പല സ്ഥാപനങ്ങളും തുടങ്ങുമ്പോൾ തുടക്കകാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാമിന് അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും സ്റ്റാർട്ടിങ് സ്ട്രഗ്ലിംഗ് തന്നെയായിരിക്കും. അത് ഫിനാൻഷ്യലി ഓർ മെൻ്റലി അതെപ്പോഴും സ്ട്രഗ്ലിംഗ് തന്നെയായിരിക്കും. അതിനെ ഒരു സക്സസ്സിലോട്ട് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ഭയങ്കരമായ ഒരു എഫേർട്ടുണ്ട്. അതിനൊരു ആസ് എ ലേഡി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഫാമിലിയും നമ്മുടെ പ്രൊഫഷണൽ ലൈഫും ഒക്കെ ബാലൻസ് ചെയ്യാൻ കുറച്ച് എഫേർട്ട് തന്നെ ആവശ്യം വരും. അത് കുറച്ച് എഫേർട്ട് ആവശ്യമുള്ളൊരു പ്രോസസ്സ് തന്നെയായിരുന്നു. ഓക്കെ, മാമിൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ഹസ്ബൻഡിൻ പേര് ഷാജി എന്നാണ്. ഞങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഒരു ബ്രാൻഡിങ് ഉണ്ട്, സെയിൻസ് പോപ്കോൺസ് എന്നാണ്. എല്ലാ മോൾ ബേസിലും ഞങ്ങൾക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. RP മോൾ കൊല്ലം, ട്രിവാൻഡ്രം, ലുലു, MOT എല്ലായിടവും ഞങ്ങൾക്ക് ഔട്ട്ലെറ്റ്സ് ഇതിൻ്റെ ഉണ്ട്. അതാണ് ഹസ്ബൻഡ് ചെയ്യുന്നത്. എനിക്ക് 2 കുട്ടികളാണുള്ളത്. മൂത്ത ആൾ എൻജിനീയറിങ് ചെയ്യുന്നു, രണ്ടാമത്തെ ആൾ 5th പഠിക്കുന്നത്. മാം, അപ്പോൾ എങ്ങനെയാണ് പേഴ്സണൽ ലൈഫും പ്രൊഫഷനും എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് പോകുന്നത്? എങ്ങനെയാണ് പേഴ്സണലും പ്രൊഫഷനും ബാലൻസ് ചെയ്യാൻ നമുക്ക് ഫാമിലി സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ രണ്ടിനും നമ്മൾ ഈ സ്ട്രഗ്ലിങ് ഒത്തിരി ഉണ്ടാവും. ഒരു ബാലൻസിങ്ങിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ മാക്സിമം ഒരു എഫേർട്ട് ഇടുന്നത് കൊണ്ടായിരിക്കും ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകുന്നതായിരിക്കുമല്ലോ. അപ്പം മാമിനിപ്പം പേഴ്സണലി എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഇപ്പം എനിക്കായിരുന്നാൽ പോലും എന്തെങ്കിലും ഒരു അവാർഡ്സോ ആരെങ്കിലും ഒരു അപ്രിസിയേഷനോ പറയുമ്പോഴായിരിക്കും കൂടുതൽ ആ കാര്യം ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ മാമിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാമോ? വനിതാ മലയാളി മംഗ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ റണ്ണറപ്പായിരുന്നു ഞാൻ. അങ്ങനെ ആ ഒരു അച്ചീവ്മെൻറ്റ് പിന്നെ കണ്ടിന്യൂ ചെയ്ത് കുറേ കോമ്പറ്റീഷൻസിൽ എനിക്ക് ആ ഒരു ടൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. മലയാളി മംഗ എന്നുള്ളൊരു ടൈറ്റിൽ 2-3 പ്രാവശ്യം ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പല ബ്യൂട്ടി സലൂൺസും ഇന്ന് ഒരുപാട് സ്ഥലത്ത് അവൈലബിൾ ആണ്. അവയിൽ നിന്നും ഈ ടോണി ആൻഡ് ഗെയിനെ വേറിട്ട് നിർത്തുന്നത് എന്തായിരിക്കും? ടോണി ആൻഡ് ഗെയ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഈ ബ്രാൻഡ് നോർമൽ പീപ്പിൾസിൽ കൂടെ അവൈലബിൾ ആവണം. ആ ലക്ഷറി ഒരു ഫീൽ അവർക്കൂടെ ആവണം എന്ന് എനിക്ക് പേഴ്സണലി എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രാൻഡിലോട്ട് വന്നത്. ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതൊരു നോർമൽ പീപ്പിൾസിനും കൂടെ അച്ചീവ് ചെയ്യണം എന്നതാണ് ലക്ഷ്യം. അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. മെയിനായിട്ട് പറയുന്ന ഒരു ഓഫേഴ്സ്, ഒരു 2 ഓഫേഴ്സ് പറയാമോ? ലേഡീസിന് നമുക്കിപ്പോൾ എല്ലാവരും ഹെയറിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആണ്. ഓക്കെ, ആ ഹെയർ ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെയർ എന്ന് പറയുന്നത്. ഹെയർ ബോട്ടോക്സ് ഇപ്പോൾ 7,999 നമ്മൾ ഓഫർ അവൈലബിൾ ആക്കുന്നതുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു സ്പായോ ഒരു ക്ലീനപ്പോലെ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഇട്ടിരിക്കുന്ന ഓഫറാണ്.
മാം ഇപ്പോൾ പല സ്ഥാപനങ്ങളിലും സാമ്പത്തിക തട്ടിപ്പ് നമ്മൾ കേൾക്കാറുണ്ട്. റീസെൻ്റ്ലി ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് നടന്ന് ഭയങ്കര വാർത്തയായി, നമ്മളെല്ലാവരും അറിഞ്ഞാണ്. അപ്പോൾ മാം എങ്ങനെയാണ് അക്കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് പോകുന്നത്? എങ്ങനെയാണ് നമ്മൾ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആവുക എന്നുള്ളത് മാത്രമേ അതിനൊരു പോംവഴിയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ അത്രത്തോളം നമുക്ക് ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു സൊല്യൂഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വരുന്ന എല്ലാ കസ്റ്റമേഴ്സും ഫുൾ സാറ്റിസ്ഫൈ ആയിട്ട് തന്നെയാണോ മടങ്ങി പോകാറുള്ളത്? അതെ, 99 കസ്റ്റമേഴ്സ് നമുക്ക് റിട്ടേൺ ക്ലയൻസ് ആണ്. അവർ റിട്ടേൺ വരുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് അവർ റിട്ടേൺ വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് മാക്സിമം നല്ല സർവീസ് കൊടുക്കാൻ ഞാൻ എഫേർട്ട് ഇടാറുണ്ട്. ഇപ്പം പലരും കുറച്ച് സജഷൻസ് ഒക്കെ പറയാറുള്ളൂ, ഇങ്ങനെയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ വരുന്ന സജഷൻസ് ഒക്കെ സ്വീകരിക്കാറുണ്ടോ? പോസിറ്റീവ് ഓർ നെഗറ്റീവ് രണ്ടും ഞാൻ സ്വീകരിക്കാറുണ്ട്. അത് തന്നെയായിരിക്കും മാഡത്തിന്റെ വിജയത്തിന് പിന്നിലുള്ള. അതെ അതെ മാം, ഇപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് എല്ലാം വരാറുണ്ടല്ലോ. അപ്പം മാമിനിപ്പോൾ ഇതൊരു തുടക്കമാണ്, ഒരു 1 year ആയിട്ടേ ഉള്ളൂ എന്ന് മാം നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള വേറെ ബ്രാഞ്ചസ് ഇനി തുടങ്ങാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഇടുന്നുണ്ടോ? അതെ, എനിക്കൊരു മേക്കപ്പ് സ്റ്റുഡിയോ, എൻ്റെ പ്രൊഫഷൻ വൈസ് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഒരു മേക്കപ്പ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഒരു ഡ്രീമായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. മേക്കപ്പ് എന്നുള്ളൊരു ആ ഒരു ലോകത്തോട്ട് കൂടുതൽ എൻട്രി ആവണമെന്നും ആ ഒരു മേക്കപ്പ് സ്റ്റുഡിയോ സ്റ്റാർട്ടാക്കണമെന്നും എനിക്ക് നല്ലതായിട്ട് ആഗ്രഹമുണ്ട്. അടുത്ത സ്റ്റെപ്പ് അത് തന്നെയായിരിക്കും. അതെ അതെ അത് തന്നെ. മാം പറഞ്ഞല്ലോ മാമിന് അടുത്തൊരു ഡ്രീം, ഈ ഒരു ഫസ്റ്റ് ഒരു ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, അടുത്തൊരു ഡ്രീമിലോട്ട് മാം പോകാൻ പോകണം. ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവരോട് എന്താ മാമിന് പറയാനുള്ളത്? അവർ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഡ്രീമിലോട്ട് എത്താൻ പറ്റും? അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനായിട്ട് നന്നായിട്ട് എഫേർട്ട് ഇടുക. നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോഴും ലീവ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ അതിനൊരു എനിക്ക് പുതിയതായിട്ട് വരുന്നവരുടെ അടുത്ത് പറയാനുള്ളത് അതാണ്. നമ്മൾ എപ്പോഴും എഫേർട്ട് ഇടുക. ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ലീവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മാം, അവസാനമായിട്ടൊരു ചോദ്യം. മാം പറഞ്ഞല്ലോ മാം ഒരു ബേസിക്കലി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പം എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്, ഈവൻ ഞാൻ ഉൾപ്പെടെ. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ബ്യൂട്ടി ടിപ്സ് ഒന്ന് പറയാമോ? ബ്യൂട്ടി ടിപ്സ് നമുക്ക് ബേസിക്കിലാണ് വേണ്ടത്. അതായത് ഞാൻ ഇപ്പോൾ പല ക്ലയൻസിനെയും കൺസൾട്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ മോർണിംഗ് റൂട്ടീൻ, നൈറ്റ് റൂട്ടീൻ ഇതൊന്നും അവർക്കില്ല. സൺസ്ക്രീം എന്ന് പറയുന്നത് പുറത്ത് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യാനുള്ളൊരു സാധനമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. പലപ്പോഴും കൺസൾട്ടേഷനിൽ കൂടെ എനിക്ക് മനസ്സിലാവുന്നത് അതാണ്. CTM മോർണിംഗിൽ നൈറ്റ് കെയറും പ്രോപ്പറായിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇൻടേക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പറയുന്ന പോലെ വെള്ളം കുടിക്കുക, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഡെയിലി ബേസിസിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത്. ഒന്നും നമുക്ക് വെറുതെ കിട്ടുന്നില്ല, എല്ലാം കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് കിട്ടുന്നത്. നിങ്ങളുടെ ബേസിക് റൂട്ടീൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ മാം, താങ്ക് യു ഫോർ ഗിവിംഗ് മീ യുവർ വാല്യുബിൾ ടൈം. താങ്ക് യു. ടോണി ആൻഡ് വിശേഷങ്ങളും ഓഫേഴ്സ് എല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഓഫേഴ്സ് എല്ലാം ലിമിറ്റഡ് ആണ്, ഡോണ്ട് മിസ് ഇറ്റ്.